ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽ നിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23 രൂപ 69 പൈസ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRSകളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിനു ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൗകര്യം, ഇൻഫോർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 18ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV, ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവന ദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17-നാണ് വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25-ഓടെയാണ് യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17-ന് സമാപിക്കും. ഇന്ത്യ-ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30-ന് ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.